ഹലോ, നമസ്കാരം. ഞാൻ പൊതുവെ സ്ത്രീപക്ഷമായി സംസാരിക്കുന്ന ഒരാളാണ്. ഞാനൊരു സ്ത്രീപക്ഷവാദി തന്നെയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ മുന്നോട്ടുള്ള വരവിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ സമൂഹത്തിന് മാറ്റാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന, സ്വന്തം ജീവിതം കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള കുടുംബത്തിലെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ജീവിതം കൊണ്ട് ഇത് കണ്ട് പഠിച്ച ഒരാൾ തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് സ്ത്രീകൾ എല്ലായ്പ്പോഴും കറക്റ്റ് ആവണം, അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന വാദം എനിക്കില്ല. ഇപ്പൊ ഇങ്ങനെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ചില കേസുകളൊക്കെ കാണുമ്പോൾ, നമ്മുടെ മുന്നിലെത്തുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, ചില സ്ത്രീകൾ, വളരെ വളരെ ചെറിയ ശതമാനമാണ് അവർ, എങ്കിൽ പോലും അവരൊരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഭർത്താവ് നല്ല ആസ്തിയിലും നല്ല നല്ല നിലയിലും ഇരിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും മുഴുവൻ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നു. കൂടാതെ കൂടെ നിന്ന് ചേട്ടാ എന്റെ സ്വർണം എടുക്കൂ, നമുക്ക് മലേഷ്യക്ക് പോവാം, നമുക്ക് ടൂർ പോവാം, നമുക്ക് അത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം, എന്നിട്ട് സ്വർണം ഇങ്ങനെ തിരിച്ചെടുത്ത് തന്നാ പോരെ പോലെയുള്ള സ്വർണത്തിനായാലും അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കുന്നതായാലും കുടുംബപരമായി കിട്ടുന്നതായാലും എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഗുണഭോക്താവാകുന്നത് ഈ ഭാര്യയാണ്. പ്രത്യേകിച്ച് ജോലിയില്ലാത്ത ഭാര്യയാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല, അത് കറക്റ്റ് തന്നെ, അത് അവർ സന്തോഷിച്ചോട്ടെ, അവർ സുഖമായും, അതിനാണല്ലോ വിവാഹ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. പക്ഷേ ഇതേ ഭർത്താവിനൊരു വീഴ്ച വന്നാൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായ ഒരു വീഴ്ച വന്നാൽ ആദ്യം വിരൽ ചൂണ്ടുന്നത് ഈ ഭാര്യ തന്നെയാണ് ഭർത്താവിന്. അതെനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. നിങ്ങളെന്താ നോക്കാഞ്ഞത്? നിങ്ങൾ എന്തുകൊണ്ട് സമ്പാദിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് കരുതിയില്ല? അപ്പൊ ഇവരെവിടെയായിരുന്നു? എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്ന ഒരു ചെറിയ ശതമാനമാണ്. സാമ്പത്തികമായി ഭർത്താവ് തകർന്നു അല്ലെങ്കിൽ പുറകോട്ടാന്ന് പറഞ്ഞാൽ അവരെ കേൾക്കാൻ പോലും, അവർക്ക് സാന്ത്വനം നൽകാൻ പോലും തയ്യാറാകാത്ത സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. സ്വന്തം എല്ലാം കൊടുത്ത് സഹായിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതാണ് കൂടുതലും ഭൂരിപക്ഷവും. പക്ഷേ ഇങ്ങനത്തെ സ്ത്രീകൾ ചെയ്യുന്നത് ഒരു വലിയ ചതിയാണ്. ഇത് കൂടാതെ അതേ സമയം പോയി അവർ വിവാഹമോചന പരാതിയും കൂടി കൊടുക്കും. കാരണം ഇയാൾക്കൊന്നുമില്ല, ഇയാൾ എന്റെ കയ്യിൽ നിന്ന് എടുത്തതും കൂടെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളോടും പറയും അച്ഛനെ ഒന്നിനും കൊള്ളില്ല, അച്ഛനൊന്നും സമ്പാദിക്കുന്നില്ല. അതുവരെ കുട്ടികൾ പോയ കടകൾ, വാങ്ങിച്ച വസ്ത്രങ്ങൾ, കണ്ട സിനിമകളെല്ലാം മറന്നു കഴിഞ്ഞു. സ്ത്രീയാണ് എന്ന് കരുതി അത് ശരിയാണോ?